ശരത് പവാറിന്റെ NCP വിഭാഗം കൂടി മഹായുതി സഖ്യത്തിലേക്ക് ലയിക്കാൻ വലിയ തോതിൽ ശ്രമിക്കുമ്പോൾ തടയിടുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ്. BJP എല്ലാ തരത്തിലും കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുമ്പോഴും ഫട്നാവിസ് പറയുന്നു വേണ്ടേ വേണ്ട. തൻ്റെ മന്ത്രിസഭയിലേക്ക് ശരത് പവാറിന് ഇടം ഇല്ല. ശരത് പവാർ വിഭാഗത്തിന് ലയിപ്പിക്കാൻ അജിത് പവാറും തയ്യാറല്ല. സുപ്രിയ സുലെയുമായി ബാക്കി 7 MPമാരിൽ 5ഓളം പേർ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു എന്നതാണ്. അവരിൽ 5 പേരും കോൺഗ്രസിൽ ലയിക്കാൻ തീരുമാനിക്കുന്നു. അതായത് കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് കൃത്യമായി അറിയാം കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ആശയത്തിൻ്റെ പേരിലാണ് അവർ വിജയിച്ചത്. സുപ്രിയ സുലെയ്ക്ക് നേരം ഇതുവരെ വെടുത്തിട്ടില്ല. അവർക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ ശരത് പവാർ പറയുന്ന ഈ തെറ്റായ രീതികളെ എല്ലാ തരത്തിലും സ്വന്തം പിതാവാണല്ലോ എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ ശ്രമിക്കുന്നത്. നേരായ കാര്യങ്ങളെ അന്തസ്സോടെ അംഗീകരിക്കുകയും അല്ലാത്തവയെ വിനയപുരസരം എതിർക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുന്നൊരു കാര്യം ശരത് പവാറിന്റെ ഈ അതിബുദ്ധി ചിലവാകുകയില്ല എന്നുള്ളതാണ്. മരുമകന് പോലും, അതായത് അജിത് പവാറിന് പോലും കാര്യമായി അംഗീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെയാണോ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം? സുപ്രിയ സുലെ അജിത് പവാറുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാവുകയാണ്. BJPയിലേക്ക് എന്ന സൂചന നൽകുന്ന അതിൻ്റെ ആദ്യപടി. പകരമായി സുപ്രിയ സുലെയെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള BJP നീക്കവും നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഫട്നാവിസ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ശരത് പവാർ വിഭാഗത്തിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല, ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. നിലവിൽ ശരത് പവാർ വിഭാഗത്തിന് 8 MLAമാരാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 10 ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ച ശരത് പവാർ വിഭാഗം 8 സീറ്റുകളിലും ജയിച്ചു എന്നുള്ളതാണ്. ബാരാമതിയിൽ ഇത്തവണയും സുപ്രിയ സുലെ വിജയിച്ചു കയറി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രി ആക്കാൻ സുപ്രിയ സുലെയെ കേന്ദ്രമന്ത്രിയാക്കിക്കൊണ്ടുള്ള നിർണായക നീക്കം നടത്താൻ തയ്യാറാകണം എന്ന ശരത് പവാറിന്റെ ആവശ്യം നരേന്ദ്രമോദി അംഗീകരിച്ചെങ്കിലും ഫട്നാവിസ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതോടുകൂടിയാണ് സുപ്രിയ സുലെയുടെ കൂടെ ഉണ്ടായിരുന്ന MPമാരിൽ 5 പേർ കോൺഗ്രസിലേക്ക് ചാടാൻ ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ മഹാരാഷ്ട്രയിലെ ഒരു സ്വതന്ത്ര MP കോൺഗ്രസിലേക്ക് ചാടിയിരുന്നു. അതിൻ്റെ പിറകെയാണ് ഇപ്പോൾ NCP ശരത് പവാർ വിഭാഗത്തിലെ 8 MPമാർ, സുപ്രിയ സുലെ ഉൾപ്പെടുന്ന 8 MPമാരിൽ 5 പേർ ചാടുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം 4 അതിൽ കൂടുതലോ MPമാർ ഒരുമിച്ച് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോയാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പോലും ആവശ്യം ഉദിക്കുന്നില്ല, രാജിവെക്കേണ്ട സാഹചര്യവും ഉദിക്കുന്നില്ല.